ഞാൻ അനുരാജ് കഴിഞ്ഞ 15 വർഷമായി ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുകയാണ്. ജോർജിയ എന്ന് പറയുന്ന ഒരു കൺട്രിയിലോട്ട് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ വിസ കിട്ടാനായിട്ടുള്ളൊരു ടൈമാണ്. ഈ ഒരു 2025-26 അക്കാഡമിക് ഇയറിൽ ഏകദേശം 4 മാസമൊക്കെയാണ് വിസ സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻസിന് വിസ കിട്ടാനായിട്ട് വേണ്ടി വന്നത്. ഇനിയും പല വിദ്യാർത്ഥികളും 2025-26 അക്കാഡമിക് ഇയറിലെ സെപ്റ്റംബർ ഇൻടേക്കിൽ, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇനിയും ഫ്ലൈ ചെയ്യാണ്ട് നിൽക്കുന്ന പല സ്റ്റുഡൻസും ഇന്നും അവൈലബിൾ ആണ്. സോ എന്താണ് ജോർജിയയുടെ വിസയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലം എന്നും അതിന് റെമഡി ആയിട്ട് കറൻ്റ്ലി ജോർജിയൻ എംബസി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എനിഹൗ 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പുതിയ കാര്യം ഇംപ്ലിമെൻ്റ് ആവുകയാണ്. ഈ ഒരു പുതിയ കാര്യം ഇംപ്ലിമെൻ്റ് ആവുന്നതോട് കൂടെ തന്നെ ജോർജിയയിൽ പോയിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിൻ്റെ വിസ എന്ന് പറയുന്നൊരു പ്രശ്നം എനിഹൗ സോർട്ട് ഔട്ട് ആവും. ഓക്കെ, സോ നമ്മൾ ജോർജിയ എന്ന് പറയുന്നൊരു കൺട്രിയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും അവിടെ അഡ്മിഷൻ ചെയ്യുന്ന കൺസൾട്ടൻസിൻ്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ കിട്ടുക എന്നതാണ്. വിസ റിജക്റ്റ് ആകുന്ന ഒരു പ്രോബ്ലം ജോർജിയയ്ക്കില്ല. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വിസ കിട്ടാനായിട്ടുള്ള ഒരു സമയമാണ്. അതായത് അഡ്മിഷൻ തുടങ്ങിയിട്ട് സ്റ്റുഡൻറ്റ് ഫ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 6-7 മാസം വരേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് കറൻ്റ്ലി എംബസി ഓഫ് ജോർജിയ എന്ത് ചെയ്തിട്ടുണ്ട്, 3 തരത്തിലുള്ള വിസാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലിൽ വരുന്ന വിസയാണ്. അപ്പോൾ നോർമൽ വിസാസിന് ഇപ്പോൾ കറൻ്റ്ലി 4 മാസം വരെ എടുക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 30 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വിസ കിട്ടുമെന്നാണ്. സോ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് വിസ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി വിസയാണ്. പ്രയോറിറ്റി വിസയ്ക്ക് പറയുന്ന ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 15 വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജൻറ്റ് പ്രയോറിറ്റി വിസ. ഓക്കെ, സോ അർജൻറ്റ് പ്രയോറിറ്റി വിസ 10 വർക്കിംഗ് ഡേയ്സിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സംഭവം ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു ടെൻഷനും ഇല്ലാണ്ട് എന്ത് ചെയ്യാം, വിദ്യാർത്ഥികൾക്ക് ജോർജിയയിൽ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ ഇന്ത്യക്കോ കാര്യങ്ങളൊന്നും മിസ് ആവാനായിട്ട് പോകുന്നില്ല. സോ ഇതൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, VFS ഗ്ലോബൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ VFS ഗ്ലോബൽ ആരാന്ന് അപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല, എന്തിനാണ് അവരുടെ വെബ്സൈറ്റ് ഇട്ടുമെന്ന് മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരാം. ജോർജിയയിൽ ഒരു വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. കാര്യം നമുക്ക് മറ്റുള്ള കൺട്രികൾ പോലെ അല്ല ജോർജിയയുടെ കാര്യം എന്ന് പറഞ്ഞാൽ. ജോർജിയയെ സംബന്ധിച്ച് ഡോക്യുമെൻറ്റ്സ് ഒരുപാട് കൂടുതൽ വേണം. അതായത് നമുക്ക് മിനിസ്ട്രി ഓർഡർ, റെക്ടർ ഓർഡർ, അക്കോമഡേഷൻ ലെറ്റർ, മെഡിക്കൽ ഇൻഷുറൻസ്, ദെൻ ഇൻവിറ്റേഷൻ, അഡ്മിഷൻ ലെറ്റർ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ സ്പോൺസർഷിപ്പ് അഫിഡേവിറ്റ്, ഇനി നെയിം ചേഞ്ച് ഉണ്ടെങ്കിൽ നെയിം അഫിഡേവിറ്റ്, അങ്ങനെയുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് എന്ത് വേണമായിരുന്നു, നമുക്ക് ജോർജിയയ്ക്ക് വിസയ്ക്ക് വേണ്ടി വേണമായിരുന്നു. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിസയ്ക്ക് പോകുന്നത്. അപ്പോൾ വൺസ് ഒരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒന്ന് സെറ്റായിട്ട് വരാൻ തന്നെ മിനിമം ഒരു 2 മാസത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു 2 മാസം സമയം എടുത്ത് ഡോക്യുമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മിനിമം 3 മുതൽ 4 മാസം വരെയാണ് വിസ കിട്ടാനായിട്ടുള്ള ഒരു ടൈം എടുക്കുമായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ വിസയുടെ ഒരു ഡിലേ ഉള്ളത് കാരണം പല സ്റ്റുഡൻസും ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു ജോർജിയയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട്. സോ എനിഹൗ ആ ഒരു പ്രോബ്ലം എന്ത് ചെയ്തു, ജോർജിയൻ ഗവൺമെൻറ് തന്നെ സോർട്ട് ഔട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VFS ഗ്ലോബലിൻ്റെ വെബ്സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെ ഇട്ടിട്ടുണ്ട്. സോ VFS ഗ്ലോബൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജിയ പോലുള്ള രാജ്യങ്ങളിലോട്ട് വിസ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരു ഏജൻസിയാണ് VFS ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് എംബസിയിൽ പോയിട്ടല്ല നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ VFS ഗ്ലോബൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജോർജിയയിൽ വിസ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ VFS ഗ്ലോബൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഓൺലി ഫോർ സ്റ്റുഡൻറ്റ് വിസ കാറ്റഗറി, അതായത് D3 കാറ്റഗറിയിലുള്ള സ്റ്റുഡൻറ്റ് വിസയ്ക്ക് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അല്ലാണ്ട് വേറെ വർക്ക് വിസയ്ക്കോ ഇനിയില്ല നമ്മുടെ ഈ ഒരു വിസിറ്റ് വിസ, ടൂറിസ്റ്റ് വിസ, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. അതെങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും അത് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ടൈപ്പിലായിരിക്കും ഇനി വിസാസ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു, കുറച്ച് ലേറ്റായിട്ടാണ് അപ്ലൈ ചെയ്തതെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം, അർജൻറ്റ് പ്രയോറിറ്റിയിൽ പോകും. അർജൻറ്റ് പ്രയോറിറ്റിയെ സംബന്ധിച്ചിട്ട് 10 വർക്കിംഗ് ഡേയ്സിൽ എന്ത് കിട്ടും, വിസ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിസേൻ്റെ ചാർജ് കൂടുതലാണ്. അറൗണ്ട് 17,900 റുപ്പീസാണ് എന്ത് വരുന്നത്, വിസേൻ്റെ ചാർജ് വരുന്നത്. ഇനി അത് നമ്മൾ പ്രയോറിറ്റി വിസയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 8,950 ആണ് എന്ത് വിസേൻ്റെ ചാർജ് വരുന്നത്. 15 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് വിസ കിട്ടും. ഇനി റെഗുലർ വിസ ആണെങ്കിൽ 1,790 റുപ്യ വരുന്നുള്ളൂ. പക്ഷേ അതിന് 30 വർക്കിംഗ് ഡേയ്സ് ടൈം എടുക്കും. ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിസ ഫീസ് മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് ബാക്കി ഡോക്യുമെൻറ്റേഷൻ ചാർജോ കാര്യങ്ങളോ ഒന്നുമല്ല. ഉള്ളി വിസ ഫീസ് മാത്രമാണ് ഈ ഒരു ചാർജ് വരുന്നത്. ഓക്കെ, സോ എനിഹൗ ജോർജിയയെ സംബന്ധിച്ചുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം സോർട്ട് ഔട്ട് ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ധൈര്യമായി ജോർജിയയിൽ അഡ്മിഷൻ എടുക്കാം. ഇനി ജോർജിയയിൽ ആപ്ലിക്കേഷൻ ഇച്ചിരി ലേറ്റായിട്ട് ആണ് വയ്ക്കുന്നതെങ്കിൽ പോലും
ആൾക്ക് എന്ത് ചെയ്യാം, ഫ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ലേറ്റായിട്ട് വെക്കാണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺസ് ജോർജിയയിൽ ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം നമുക്ക് വിസ ഡോക്യുമെൻറ്റ്സ് വരാൻ തന്നെ മിനിമം എന്ത് വരുന്നുണ്ട്, ഒരു 2 monthsോളം മിനിമം നമുക്ക് വിസ ഡോക്യുമെൻറ്റ്സ് വരാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ജോർജിയയിലെ വിസ സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോർജിയയിൽ ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് സ്റ്റഡീസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.